വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്ര പുസ്തകത്തിലെ ആദ്യത്തെ പാഠത്തിൻ്റെ പാർട്ട് 6 ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 18 2 കണക്ക് ഒന്നാമത്തെ ചോദ്യത്തിലെ 2 സബ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഒന്നാമത്തെ പേജ് നമ്പർ 18 ഒന്നാമത്തെ മെയിൻ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ 3 ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യത്തിൽ നമ്മൾ പറയുന്നു, തന്നിരിക്കുന്ന സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ, ആണെങ്കിൽ പൊതുവ്യത്യാസം എഴുതുക എന്നാണ് ചോദ്യം. ഇന്നത്തെ ഈ ചോദ്യം പറയുന്നു, സീക്വൻസ് ഓഫ് ദ ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അത് ഓഡ് നമ്പറിനെ ഫ്രാക്ഷൻ്റെ സീക്വൻസ് അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ബൈ ദ ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് 1, 3, 5, 7 ആണ്. അതിൻ്റെ പകുതിയെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത് 1/2, 3/2, 5/2, 7/2 എക്സെട്ര ആണ്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് പരിശോധിക്കുന്നതിന് നമ്മൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുന്നു, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുന്നു, ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം മൈനസ് ചെയ്യുന്നു. അപ്പം 3/2 മൈനസ് 1/2 നോക്കുക. 3/2 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ഡിനോമിനേറ്റർ കോമൺ 2 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ മാത്രം മൈനസ് ചെയ്യാം. 3ൽ നിന്ന് 1 പോയാൽ 2, 2/2 1. 5/2 നിന്നും 3/2 മൈനസ് ചെയ്യുക. അപ്പോൾ 5 - 3 2 2/2 1. ഇനി 7/2 നിന്ന് 5/2 മൈനസ് ചെയ്യാം. x2 - x1, x3 - x2, x4 - x3. ഇവിടെയും 2/2 1. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസ്, 2 അഡ്ജസൻറ്റ് ടേംസ്, തൊട്ടടുത്ത അല്ലെങ്കിൽ അടുത്തടുത്ത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. അതാണ് കോമൺ ഡിഫറൻസ്. ഇപ്പം ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ട് ഇതൊരു സമാന ശ്രേണിയാണ്. ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ എഴുതേണ്ടത് the difference between the 2 adjacent terms അപ്പോൾ അടുത്തടുത്ത 2 പദങ്ങളുടെ വ്യത്യാസം തുല്യമായതിനാൽ terms are equal. The difference between 2 adjacent terms are equal. So, it is an arithmetic sequence. It is an arithmetic sequence, അല്ലെങ്കിൽ ചുരുക്കി it is an AP എന്നും പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മലയാളത്തിൽ ശ്രദ്ധിക്കുക, അടുത്തടുത്ത 2 പദങ്ങളുടെ വ്യത്യാസം തുല്യമായതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 എന്ന പൊതുവ്യത്യാസമുള്ളത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് പറയാം. ഇനി ഇത് മനക്കണക്കായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ശ്രേണിയെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. 1/2 3 എന്ന് പറഞ്ഞാൽ 1.5, 5/3/2 എന്ന് പറഞ്ഞാൽ 1.5, 5/2 എന്ന് പറഞ്ഞാൽ 2.5, അതോടൊപ്പം 7/2 എന്ന് പറഞ്ഞാൽ 3.5. ശ്രദ്ധിക്കുക, ഇതേ ശ്രേണി നമുക്ക് ഈ രീതിയിൽ റീറൈറ്റ് ചെയ്താൽ ആരെയും 1 1.5, 1 2.5, 2 3.5. ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം പൊതുവ്യത്യാസം 1 വരുന്നു. ഇത് പൊതുവ്യത്യാസം 1 വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. ഇങ്ങനെ എഴുതിയാൽ മനക്കണക്കായിട്ട് പറയാം. അടുത്ത, അപ്പോൾ നിങ്ങളോട് ഇതൊരു സമാന ശ്രേണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അതിന് താഴെ നമുക്ക് എഴുതാം.
therefore d equal to 1. പൊതുവ്യത്യാസം 1 ആണ്. അപ്പോൾ അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിൽ വ്യത്യാസമാണ് പൊതുവ്യത്യാസം. അത് നമുക്ക് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത് നമുക്ക് എടുത്തെഴുതിയാൽ ഉത്തരം ക്ലിയർ ആയി കഴിഞ്ഞു. അടുത്ത് നമുക്ക് നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ആണ്. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടിൻ്റെ കൃതികളുടെ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദ്യം. അപ്പൊ രണ്ടിന്റെ കൃതികളുടെ ശ്രേണി എന്ന് പറയുന്നത് 2⁻1, 2⁻2, 2⁻3, 2⁻4 എക്സെട്ര ആണ്. അപ്പൊ ഇതിന് 2:1 2:1 2 ആണ്. 2 സ്ക്വയർ 2 × 2 4 ആണ്. 2 ക്യൂബിന്റെ അർത്ഥം 2 × 2 × 2 2ന് 3 പ്രാവശ്യം ഗുണിക്കുക 4 2 8. 2:4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 × 2 × 2 × 2 2നെ 4 പ്രാവശ്യം ഗുണിക്കുക. അപ്പൊ 2 2 4 2 8 2 16 ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നിങ്ങൾ തുടർച്ചയായ രണ്ട് പദങ്ങൾ വ്യത്യാസം കാണുക. അതായത് 4ൽ 2 കുറയ്ക്കുക x2 - x1 എന്ന് ഓർക്കുക. 4ൽ 2 പോയാൽ 2 ആണ്. 8ൽ 4 പോയാൽ 4 ആണ്. 16ൽ 8 പോയാൽ 8 ആണ്. അപ്പം തുടർച്ചയായ രണ്ട് പദങ്ങൾ തമ്മിൽ വ്യത്യാസം തുല്യമല്ല. അപ്പോൾ ഒന്നുകിൽ x2 - x1 is not equal to x3 - x2 എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ദ ഡിഫറൻസ് ഈ സെന്റൻസ് വേണമെങ്കിൽ എഴുതാം. ബിറ്റ്വീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു അഡ്ജസന്റ് ടേംസ്. അടുത്തടുത്ത് രണ്ട് പദങ്ങൾ ടു അഡ്ജസന്റ്. Between the two adjacent terms are not equal. So it is not an arithmetic sequence. ശ്രദ്ധിക്കുക, അടുത്തടുത്ത രണ്ട് പദങ്ങൾ വ്യത്യാസം തുല്യമല്ലാത്തതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയല്ല. അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ വ്യത്യാസം തുല്യമല്ലാത്തതിനാൽ ഇതൊരു സമാന്തര ശ്രേണിയല്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് പ്രയാസമുള്ള കുട്ടികൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക. x2 - x1 ഈസ് നോട്ട് ഈക്വൽ ടു x3 - x2. അപ്പം ഈ രണ്ട് പദങ്ങളുടെ വ്യത്യാസം രണ്ടാമത് ഒന്നാമത് കുറയ്ക്കുന്നു, മൂന്നാമത് രണ്ടാമത് കുറയ്ക്കുന്ന തുല്യമല്ല. അത് തന്നെയാണെങ്കിൽ തന്നെ സമാസമണിയല്ല. അപ്പം മൂന്നാമത് പദം നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓറിട്ടിട്ട് വേണമെങ്കിൽ ഇതേ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പോയിന്റ് പോലെ ആവശ്യമില്ല. രണ്ടെണ്ണം കുറയ്ക്കുമ്പോൾ തന്നെ തുല്യമല്ല വ്യത്യാസമെങ്കിൽ സമാസമണിയല്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ പോയിന്റ് ഈ ചോദ്യം ഇത്ര ഇങ്ങനെ എഴുതാം. 4 - 2 = 2 8 - 4 = 4. x2 - x1 is not equal to x2 - x3. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം so it is not an arithmetic sequence. It is not an arithmetic sequence. കുട്ടികൾ ശ്രദ്ധിക്കുക, വളരെ സമയ ലാഭം നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് x2 - x1 x3 - x2 എന്നും കൂടെ എഴുതുകയാണെങ്കിൽ പെർഫെക്റ്റ് 100% പെർഫെക്റ്റ്. ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പൊ നിങ്ങൾ തൊട്ട് മുമ്പ് എഴുതിയതിന് വ്യത്യസ്തമായി ഓറിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഇവിടെ 4 - x നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കലി തുല്യമല്ലെന്ന് കിട്ടി. അപ്പോൾ 3, 4 പദത്തെ വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി സമാന്തര ഇത് രണ്ട് തുല്യമാണെങ്കിൽ ഇതുകൂടി കണ്ടിട്ട് തുല്യമായിട്ട് വേണം, തുല്യമാണെന്ന് പറഞ്ഞിട്ട് വേണം സമാന്തരമാണെന്ന് പറയാൻ. ഇവിടെ ആദ്യത്തെ തുടർച്ച രണ്ട് പദങ്ങളുടെ വ്യത്യാസം നമുക്ക് തുല്യമല്ല കിട്ടുന്നത് കൊണ്ട് തന്നെ സമാസമണിയിൽ ഉറപ്പാണ്. അപ്പൊ ഇത്ര എഴുതി ഉത്തരം ക്ലിയർ ചെയ്യാം. അപ്പോൾ സ്വല്പം സമയ ലാഭം കിട്ടും. അടുത്ത ചോദ്യം അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നു സീക്വൻസ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പൊ അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പറിന്റെ NL സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ ശ്രേണി. ഒരു സംഖ്യയുടെ വിൽക്രമം 2 ഒരു NL സംഖ്യയാണ്. അതിന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/2 ആണ്. 5 ഒരു NL സംഖ്യയാണ്. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/5 ആണ്.
ഇപ്പോൾ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 ആ എണ്ണൽ സംഖ്യ എഴുതിയാൽ ഒരു എണ്ണൽ സംഖ്യയുടെ വിൽക്രമം കിട്ടും. അപ്പോൾ 1ന്റെ വിൽക്രമം 1 തന്നെയാണ്, 2ന്റെ വിൽക്രമം 1/2, ഇത് 1/3, 1/4 ഇങ്ങനെയാണ്. 1ന്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ 1 തന്നെ, ബാക്കി എല്ലാ എണ്ണൽ സംഖ്യയുടെ വിൽക്രമം 1// ആ എണ്ണൽ സംഖ്യ എഴുതുക. അപ്പോൾ ഇതൊരു സമാനശ്രേണിയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് x2-ൽ നിന്നും x1 മൈനസ് ചെയ്യാം, 1/2-ൽ നിന്നും 1 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അരയിൽ നിന്ന് 1 പോയ ചെറിയ സംഖ്യ വലിയ സംഖ്യ കുറച്ചാൽ വലിയ നിന്ന് ചെറുത് കുറച്ച് മൈനസ് ചിഹ്നം കൊടുക്കുക. അപ്പോൾ -1/2 ആണ്. മനക്കണക്കായിട്ട് പറയാം. അതായത് 1ൽ നിന്നും 4 കുറച്ചാൽ -3. അതുപോലെ അരയിൽ നിന്ന് 1 കുറച്ചാൽ 1ൽ നിന്നും അര കുറയ്ക്കുക, ഹാഫ് കുറച്ചിട്ട് മൈനസ് ചിഹ്നം കൊടുക്കുക, -1/2 ആണ്. ഇനി x3 മൈനസ് x2 കാണുക. അപ്പോൾ 1/3 മൈനസ് 1/2 ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 1/a മൈനസ് 1/b എന്ന് പറഞ്ഞാൽ എ ബിയിൽ ബി മൈനസ് എ, ആ സൂത്രവാക്യം ഉപയോഗിക്കുക. അപ്പം 3×2-ൽ 2 - 3 ഈ സൂത്രവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടെ, ഞാൻ നേരത്തെ ഭിന്നസംഖ്യയുടെ ചാപ്റ്ററിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ a×b എ ബിയിൽ ബി മൈനസ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബൈഹാർട്ട് ചെയ്യണം നിങ്ങൾ. ഭിന്നസംഖ്യയുടെ ക്രിയ ഉപയോഗിക്കുമ്പോൾ ഈ നിയമം ഉപയോഗിക്കുക. അപ്പോൾ 2-ൽ 3 ചെറിയ സംഖ്യ വലിയ സംഖ്യ കുറച്ചാൽ എപ്പോഴും നെഗറ്റീവ് ആണ്, -1/6 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ -1/2, ഇവിടെ -1/6. അപ്പോൾ രണ്ടാമത്തേത് ഒന്നാമതും കുറയ്ക്കുന്നതും മൂന്നാമത്തേത് രണ്ടാമതും കുറയ്ക്കുന്നതും തുല്യമല്ല. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് നോട്ട് ഈക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അതെങ്ങനെ നമുക്ക് എഴുതാം? അതായത് x2 മൈനസ് x1 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുന്നതും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുന്നതും തുല്യമല്ല. അപ്പോൾ നോട്ട് ഈക്വൽ ടു എന്ന് എഴുതണം. തുല്യമാണെങ്കിൽ സമം എന്ന് എഴുതുക, തുല്യമല്ലെങ്കിൽ സമമല്ല എന്ന് എഴുതുക. അപ്പോൾ വേർഡ്സ് എഴുതുന്നതിനേക്കാൾ എളുപ്പം സമയ ലാഭമുണ്ട്. ഇതിൻ്റെ അർത്ഥം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റന്റ് ടേംസ് ആർ നോട്ട് ഈക്വൽ, സോ ഇറ്റ് ഈസ് നോട്ട് എൻ AP. ഇതാണ് സെന്റൻസ്. അപ്പോൾ അതിന് ആ സെന്റൻസ് എഴുതുന്നതിന് പകരം x2 മൈനസ് x1 ഈസ് നോട്ട് ഈക്വൽ ടു x3 മൈനസ് x2. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറഞ്ഞാലും x3 മൈനസ് x2 എന്ന് പറഞ്ഞാലും x4 മൈനസ് x3 എന്ന് പറഞ്ഞാലും എല്ലാം കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് സെയിം ആണെങ്കിൽ സമാന ശ്രേണിയാണ്, രണ്ട് സംഖ്യയിലാണെങ്കിൽ സമാന ശ്രേണിയല്ല. അത്ര ഓർത്താൽ മതി. അപ്പം സോ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. നമുക്ക് പരീക്ഷയ്ക്ക് എക്സാം എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയ ലാഭമാണ്. അപ്പോൾ സമയം പരമാവധി ചുരുക്കി എഴുതുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം പബ്ലിക് എക്സാമിനൊക്കെ 2.5 മണിക്കൂർ പരീക്ഷയെല്ലാം എഴുതി തീർക്കാൻ സമയം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പരമാവധി ഓരോ കണക്കിലും നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 വലിയ കണക്കിലൊക്കെയാണ് ഒരു 5-10 മിനിറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവസാനം ഒത്തിരി സമയം നമുക്ക് കിട്ടും, ശരിക്കും വെരിഫൈ ചെയ്യാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ടൈം മാക്സിമം ചുരുക്കി എഴുതുക. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എങ്ങനെ എഴുതിയാലും ഒരു കണക്ക് 2, 3, 4 രീതി ചെയ്യാം. എങ്ങനെ എഴുതി നിങ്ങൾ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്ര തത്വം, ഗണിതശാസ്ത്ര മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ശരിയാണെങ്കിൽ നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടും. ഇങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ടൊരു എന്താ പറയുക നിയമം ഇല്ല. എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടിയാൽ, ഉത്തരം എഴുതി ആ പോയിന്റ് ശരിയാണെങ്കിൽ മാർക്ക് മുഴുവനും കിട്ടും. അടുത്തത് ഇപ്പം നമ്മൾ സബ് ക്വസ്റ്റ്യൻ ആ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എക്സസൈസ് രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ മെയിൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ഡയഗ്രാം തന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നു ആ ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ക്വയറിൻ്റെ എണ്ണം സമാന്തര ശ്രേണിയിലാണോ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, പെട്ടെന്ന് നോക്കാം. ഇതിനിങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 9 നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇതിങ്ങനെ മൊത്തം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 3, അടുത്തത് 4 എണ്ണമാണ് തന്നിരിക്കുന്നു. 4 സമചതുരങ്ങൾ അല്ല എന്താ പറയുക, ഒരു വലിയ സമയത്തെ 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഈ സൈഡെല്ലാം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു.
ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഷെയ്ഡിങ് നമുക്ക് ജസ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്നുകൂടെ ഡയഗ്രം ഒന്ന് എടുത്ത് വരയ്ക്കാം. ഓക്കെ. അടുത്ത 5 സ്ക്വയറാണ്. 25 സ്ക്വയർ. ഒരു വലിയ സ്ക്വയറിനെ 5ആക്കി ഡിവൈഡ് ചെയ്തിരിക്കും. 1 2 3 4. അതുപോലെ 1 2 3 4. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഔട്ടർ സ്ക്വയേഴ്സ് എല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷെയ്ഡിങ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ് ടു ദ നമ്പേഴ്സ് ഓഫ് ഷെയ്ഡഡ് സ്ക്വയേഴ്സ് ഫോം ആൻഡ് അറ്റ്മോസ്ഫിയറിക് റീസൺ. അപ്പം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ക്വയറിൻ്റെ എണ്ണം ഒരു സമാന്തര ശ്രേണിയാണ്. ഈ രീതി തുടർന്നാൽ നമുക്കറിയാം ഇവിടെ ഈ ഷെയ്ഡഡ് സ്ക്വയേഴ്സിൻ്റെ നമ്പർ, അപ്പം സീക്വൻസ് ഓഫ് ദി നമ്പേഴ്സ് ഓഫ് ഷെയ്ഡഡ് സ്ക്വയേഴ്സ്, അപ്പോൾ സീക്വൻസ് ഓഫ് ദി നമ്പേഴ്സ് of the shaded squares, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സമചതുരങ്ങളുടെ എണ്ണങ്ങളെ സൂചിപ്പിക്കുന്ന ശ്രേണി. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സമചതുരങ്ങളുടെ എണ്ണങ്ങളെ സൂചിപ്പിക്കുന്ന ശ്രേണി. ഒന്നാമത്തതിൽ 3 3 6, 6 2 8. Do the numbers colored square form an arithmetic sequence. അപ്പോൾ നമുക്കറിയാം ആദ്യത്തേത് 3 3 6 8ആണ്. രണ്ടാമത്തേത് 4 4 8 4 12ആണ്. അടുത്ത 5 5 5 10 3 13 16. ഈ രീതിയിലാണ് 8 12 16 ഈ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്. 8നോട് 4 കൂട്ടി 12, 12 4 16, 4 തുടർച്ചയായി കൂട്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് 12 - 8 16 - 11 എഴുതേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, 8 4 12 4 16, 4 തുടർച്ചയായി കൂട്ടിയിരിക്കുന്നു. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ബിക്കോസ് ദെയർ ഇസ് എ കോമൺ ഡിഫറൻസ് ഫോർ. അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ എഴുതുക, ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് it is an arithmetic sequence because there is the common difference വളരെ മനക്കണക്കായിട്ട് ചെയ്യാവുന്ന കണക്കായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ശ്രദ്ധിക്കുക, 8 4 12, 12 4 16, 4 കൂട്ടിയിരിക്കുന്നു. 12 - 8 16 -12 ഒന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. തന്നെ 4 കൂട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ബിക്കോസ് ദർ ഇസ് ദ കോമൺ ഡിഫറൻസ് ഫോർ. ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം 4 എന്ന പൊതുവ്യത്യാസമുണ്ട്. അത് തന്നെയാണ് നമുക്ക് 12 - 8 4, 16 - 12 4 എന്ന് പറഞ്ഞാൽ തുടർച്ചയായ 2 പദങ്ങൾ വ്യത്യാസം 4 ആണ്. അതിനെ സമാന്തര ശ്രേണിയാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമാണ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം 4 എന്ന പൊതുവ്യത്യാസമുണ്ട്. അടുത്ത് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അടുത്ത ചിത്രം നമുക്ക് തന്നിരിക്കുന്നു. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ, ഹൗ മെനി ലാർജ് സ്ക്വയർ, ഹൗ മെനി സ്മോൾ സ്ക്വയർ. അവിടെ ഡയഗ്രാം ഉണ്ട്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്ക്വയർ 2 സ്ക്വയർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അടുത്തത് നമുക്ക് ഇതുപോലെ 4 സ്ക്വയർ തന്നിരിക്കുന്നു. 4 എണ്ണം നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹൗ മെനി സ്മോൾ സ്ക്വയർ ദർ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ നമ്മൾ ഷെയ്ഡ് നിർബന്ധമില്ല. ഓക്കെ, 4 സ്ക്വയർ തന്നിരിക്കുന്നു. അടുത്തത് നമുക്ക് 3 എണ്ണം വെച്ചാണുള്ളത്. 6 എണ്ണമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് 6 എണ്ണം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് വീണ്ടും 4 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സ്ക്വയർ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും 4. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചിത്രം ഇങ്ങനെയാണ്. ഹൗ മെനി സ്മോൾ സ്ക്വയർ ദർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ. അപ്പോൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഓരോ ചിത്രത്തിൽ ഓരോന്നിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്.
അപ്പോൾ അതിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതുക. ഒന്നാമത്തെ സീക്വൻസ് ചോദ്യമൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ഉത്തരം മാത്രം പകർത്തി അപ്പോൾ എത്ര ചെറിയ സമയങ്ങൾ? ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്, ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്, ഇതിനകത്ത് 6, ഇതിനകത്ത് 8 എക്സെട്ര. അപ്പോൾ 2, 4, 6, 8 ആ സ്ക്വയേഴ്സിൻ്റെ എണ്ണം. അതൊരു സമാന്തര ശ്രേണിയാണ്. കണ്ടിന്യൂസ് ദിസ് പാറ്റേൺ ഈസ് ഇറ്റ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. It is an arithmetic sequence. ഇവിടെ 2 തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുക. 2, 2, 4, 6, 8. കാരണം എഴുതാൻ പറഞ്ഞാൽ there is a common difference. There is a common difference അല്ലെങ്കിൽ there is a common difference 2R. ഓക്കെ, അടുത്ത രണ്ടാമത് പറയുന്നു how many large squares? വലിയ സമചതുരങ്ങളുടെ എണ്ണം എത്ര? വലിയ സമചതുരങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന സീക്വൻസ് പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് വലിയ സമചതുരം ഇല്ല, 0 ആണ്. ഇതിനകത്ത് ഒരു സമചതുരമുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഇവിടെ ഈ 4 എണ്ണം കൂടുമ്പോൾ ഒരു വലിയ സമചതുരമായി. ഇപ്പുറത്തെ 4 എണ്ണം കൂടുമ്പോൾ ഇതൊരു വലിയ സമചതുരം. ഇപ്പുറത്ത് നമുക്ക് വലിയ സമചതുരം, 2 വലിയ സമചതുരമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ 4 ചെറിയ സമയം കൂട്ടുമ്പോൾ ഒരു വലിയ സമയമായി, രണ്ടാമത്തെ 4 സമയം കൂട്ടുമ്പോൾ ഒരു വലിയ സമയമായി, നടുക്കുള്ള 4 ചെറിയ സമയം കൂട്ടുമ്പോൾ ഒരു വലിയ സമയമായി. അപ്പം അതിലെ സമയങ്ങളുടെ എണ്ണം 3 ആണ്. നമുക്കറിയാം ഇതേ കാരണം തന്നെ ഇത് ഇവിടെ എഴുതേണ്ടത് 0, 1, 2, 3. അപ്പോൾ 1 തുടർച്ചയായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ആൻ AP ബിക്കോസ് there is a common difference 1 എന്ന് എഴുതുക. ഇറ്റ് ഈസ് ആൻ arithmetic sequence because there is the common difference. ഇതേ കാരണം തന്നെയാണ് അവിടെ എഴുതേണ്ടത്, അവസാനം മാത്രം മാറ്റിയാൽ മതി. It is an arithmetic sequence because it is an arithmetic sequence. It is an arithmetic sequence because there is a common difference 1. ഇതിൻ്റെ ഉത്തരം അതാണ്. ഇതൊരു സമാന ശ്രേണിയാണ്, കാരണം 1 എന്ന പൊതുവ്യത്യാസമുണ്ട്. ഇതൊരു സമാന ശ്രേണിയാണ്, കാരണം 1 എന്ന പൊതുവ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റ പോയിന്റുകൾ. ഇതിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഈ 2 കൂടെ കൂട്ടുക. അപ്പോൾ 2 ആദ്യത്തത് ഇതിനകത്ത് 2 സമയം 2, 0. അതുപോലെ ഇതിനകത്ത് 1, 1, 4, 4, 1, 5. അടുത്ത 3, 6, 2, 8. അടുത്ത 8, 3, 11. ഈ 2 സീക്വൻസിലെ എണ്ണം കൂട്ടുമ്പോൾ മൊത്തം സമയങ്ങളുടെ എണ്ണം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു സമാന ശ്രേണിയാണ്, കാരണം 3 എന്ന പൊതുവ്യത്യാസമുണ്ട്. 2, 3, 5, 3, 8, 3 പറഞ്ഞ് ഇതിനകത്ത് ചെറിയ സമയം 2, വലിയ സമയം ഇല്ലാത്തതുകൊണ്ട് 2 ആണ്. ഇതിനകത്ത് 4 ചെറിയ സമയം, ഒരു വലിയ സമയം 5. ഇതിനകത്ത് 6 ചെറിയ സമയവും 2 വലിയ സമയം 8. ഇതിനകത്ത് 4 ചെറിയ സമയവും 3 വലിയ സമചതുരമാകുമ്പോൾ 11. അതായത് 2 ശ്രേണിയിലെ എണ്ണം കൂട്ടിയാൽ മതി. ഇതൊരു എഴുതേണ്ടത് ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ബിക്കോസ് there is a common difference 3. It is an arithmetic sequence because there is a common difference 3. ഇതൊരു സമാന്തര ശ്രേണിയാണ്, കാരണം 3 എന്ന പൊതുവ്യത്യാസമുണ്ട്. ഇതൊരു സമാന ശ്രേണിയാണ്, കാരണം 3 എന്ന പൊതുവ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നിങ്ങളെല്ലാവരും ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.